ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവാണ്. ഇപ്പോൾ രാവിലെ കുളിച്ചു അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ എല്ലാ ദിവസവും വിഷുവിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഈ വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. അതാണ് ഈ വിഷുവിൻ്റെ സ്പെഷ്യാലിറ്റി. സോ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഒരുപാട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ദേണ്ട ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ മമ്മി ആൻറ്റി എല്ലാവരും കൂടെ എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെയാണ് ഞങ്ങളൊരു മിസ്റ്റേക്ക് അറിഞ്ഞത്. ഇത് ഞാൻ ഇട്ടേക്കുന്ന ഈ തുമ്പിട്ടേക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്, അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കണ്ണനും കൂടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിറങ്ങിയിട്ട് നമ്മൾ കുങ്കുമമൊക്കെ തൊട്ട് ഇങ്ങനെ താലിയിലൊക്കെ തൊട്ട് പിന്നെ കുറച്ച് കുങ്കുമമൊക്കെ തൊട്ടിട്ട് കണ്ണൻ്റെ നൊസ്റ്റു പ്ലേസാണിത്. കാരണം കണ്ണനാണെങ്കിൽ പണ്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് ഈ പാറ വന്ന് കുറേ സമയം ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് കുറേ കഥകളൊക്കെ ആൾ എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കുറേ വിഷുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതേ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ചിറക്കി മോളിൽ നിന്ന് അവർക്ക് നമ്മളെ കാണാൻ പറ്റും, നമ്മൾ അവരെയും കാണാൻ പറ്റും ഗൈസ്. കണ്ട് ഞാൻ ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ശരിക്കും അവരെ കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ രണ്ടേരും കൂടെ എടുത്തു. അപ്പോൾ വീട്ടിൽ പോവാം. വീട്ടിൽ വന്നിട്ട് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ദോശയും ചട്നി സാമ്പാറും മുട്ടയുമാണ് കഴിച്ചത്. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ കണ്ണൻ്റെ ഫ്രണ്ടൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും മമ്മി താണ്ട് അടുക്കള പായസത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കി അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുവാണ്. സദ്യയായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചു. എല്ലാം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ചിക്കൻ വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അടിപൊളി സദ്യയായിരുന്നു. പരിപ്പും പായസവും നെയ്യും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇടികുത്തി മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ അച്ഛൻ പറയാം, ആദ്യം ഞാൻ കയറണ്ട, അവൻ കയറിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ അതിനുള്ള അടിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈറ്റായിരുന്നു എനിക്ക്, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അമ്മയും മക്കളും അച്ഛനും ഒക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ കുറേ കസിൻസൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൈകിട്ട് കുറച്ച് പടക്കമൊക്കെ പിടിച്ചു. അപ്പോൾ ടാറ്റ ബൈ.